ഫ്രണ്ട്സ് ഫാക്റ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്, അതായത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ആൻഡ് ട്രാവൻകൂർ ലിമിറ്റഡിൻ്റെ നമ്മുടെ കേരളത്തിലൊക്കെ വേക്കൻസി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും അപ്ഡേഷനൊക്കെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ബട്ടൻ്റെ അടുത്തായിട്ട് ജോയിൻ ബട്ടൺ കാണാം. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോസൊക്കെ നമ്മളിനി ചെയ്തു വരും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അവിടെ കാണാം നിങ്ങൾക്ക് 8/2025 1/11/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അഡ്വർടൈസ്മെന്റ് നമ്പറാണ് 8/2025. അപ്പോൾ ഇതിലേക്ക് കോൺട്രാക്ട് ബേസിലെ കരാർ അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത്. പെർമനന്റ് വേക്കൻസി അല്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ടെക്നീഷ്യൻ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ടെക്നീഷ്യനിൽ ഇത് പോസ്റ്റ് കോഡാണ് കേട്ടോ, നമ്പർ 1 എന്ന് പറയുന്നത്. അതിലേക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 26 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. SC OBC അങ്ങനെയുള്ളവർക്ക് ഏജ് കണക്കാക്കുന്നത് 1/11/2025. പിന്നെ അടുത്തത് ക്രാഫ്റ്റ്മാൻ മെഷീനിസ്റ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് എന്താണ് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതായത് IT ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഈ പറയുന്ന മെഷീനിസ്റ്റ് ട്രേഡ് ആയിരിക്കണം. 26 വയസ്സിൽ അപ്ലൈ ചെയ്യാം. പിന്നെ അടുത്ത ക്രാഫ്റ്റ്മാൻ തന്നെ ഓട്ടോ ഇലക്ട്രീഷ്യൻ ട്രേഡിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന മെക്കാനിക്, ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 26 വയസ്സിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ 1/11/2025 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇവിടെ അതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് പോസ്റ്റ് കോഡ് 1ഉം 2ഉം നിങ്ങൾ ചെക്ക് ചെയ്താൽ പോസ്റ്റ് കോഡ് 1ഉം 2ലേക്കും പ്രിഫറൻസ് മുൻഗണന കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ നിങ്ങൾ ഫാക്റ്റിൽ അതായത് സെയിം ട്രേഡിൽ അപ്രന്റീസ്ഷിപ്പ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊന്നും പ്രധാനമായിട്ടില്ല. ഇങ്ങനെയാണ് ഇത് മുൻഗണന കൊടുത്തിട്ട് ഓർഡർ ചെയ്യണം. അപ്പോൾ അത് നമ്പർ ഓഫ് അപ്ലിക്കേഷനൊക്കെ അനുസരിച്ച് അതിലൊക്കെ മാറ്റങ്ങളൊക്കെ മേ ബി വരാവുന്നതാണ്. അപ്പോൾ അതൊക്കെ അവർ തീരുമാനിക്കും. അപ്പോൾ ഇതിലിപ്പം നിലവിൽ പറഞ്ഞിരിക്കുന്നത് പോസ്റ്റ് കോഡ് 1ഉം 2ഉം പോസ്റ്റ് കോഡ് 1, 2 എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ടെക്നീഷ്യനും ക്രാഫ്റ്റ്മാൻ മെഷീനിസ്റ്റും എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പരിഗണിക്കുന്നത് അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കും. അത് ഫാക്റ്റിൽ തന്നെ ചെയ്തവരായിരിക്കണം. ഫാക്റ്റിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുൻഗണന കൊടുക്കും കേട്ടോ. അപ്പോൾ അവരെന്തെയ്യണം വെച്ചാൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് പ്രൊഫഷൻസി അതല്ലെങ്കിൽ NAC നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, ഓൺലൈൻ അപേക്ഷയുടെ കൂടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെ സമയത്തും അവരുടെ കയ്യിൽ വേണം. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, നിങ്ങൾ അതിൻ്റെ കോപ്പീസൊക്കെ അയച്ചു കൊടുക്കണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അതോടൊപ്പം തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ 3 കാറ്റഗറി പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ കാണുന്നെങ്കിൽ പോസ്റ്റ് കോഡ് 2ഉം 3ഉം പോസ്റ്റ് കോഡ് 2ഉം 3ലേക്കും 1അല്ല 2ഉം 3ലേക്കും കേരള സ്റ്റേറ്റിലുള്ളവർക്ക് മാത്രമേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കേരള സ്റ്റേറ്റിൽ താമസിക്കുന്നവരാണെന്നുള്ള ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പം പോസ്റ്റ് കോഡ് 1 ഏത് സ്റ്റേറ്റിൽ ഉള്ളവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതായത് അതർ ദാൻ കേരള സ്റ്റേറ്റ് ആണെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ പോസ്റ്റ് കോഡ് 2ഉം അതുപോലെ 3ഉം ഓക്കെ, ഈ പറയുന്ന 2ഉം 3ലേക്കും അപ്ലൈ ചെയ്യുന്നവർ നിർബന്ധമായിട്ടും കേരള സ്റ്റേറ്റ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 ഇയർ ഡ്യൂറേഷനിലേക്കാണ് ഇനിഷ്യലി അത് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പെർഫോമൻസിന് റിക്വയർമെൻറ്റിനൊക്കെ അനുസരിച്ച് അത് റിന്യൂ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് മന്ത്ലി സാലറി 25,000 പെർ മന്താണ്. പിന്നെ DH അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ TA ഒക്കെ അതിനനുസരിച്ച് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഓൾറെഡി നിങ്ങൾ ഫൈനൽ ഇയർ ഓർ ഫൈനൽ സെമസ്റ്ററിലെ എക്സാം നിങ്ങൾ അപ്പിയർ ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഈ 3 പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതായത് എക്സാം എഴുതാത്തവർക്ക് പറ്റില്ല. എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള സെലക്ഷൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എക്സാമോ കാര്യങ്ങളോ കാര്യമായിട്ടില്ല. ഇതിലേക്ക് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അപേക്ഷ നമ്മൾ കൊടുത്ത അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും, ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ രീതിയിലായിരിക്കും അവർ എന്ത് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതിൽ പോസ്റ്റ് കോഡ് 1ലേക്ക് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾ ഫാക്റ്റിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്ത ഉദ്യോഗാർത്ഥികളായിരിക്കും ആദ്യം പരിഗണിക്കുക. അങ്ങനെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നോക്കുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും മുൻപ് പാസ്സായത്, അതായത് ഈ പറയുന്ന റിലവൻറ്റ് ക്വാളിഫിക്കേഷൻ, അതായത് നമ്മുടെ IT ആദ്യം പാസ്സായത് ആരാണോ അവരെയാണ് പിന്നെ പരിഗണിക്കുക. അതായത് ടൈ ബ്രേക്ക് ചെയ്യാൻ ഒരേ രീതിയിൽ ആൾക്കാർ വരുമ്പോൾ അതിൽ ഏറ്റവും ഏർലിയർ ആയിട്ട് പാസ്സായതാണോ ആരാണോ അവരെ അതിന് സെലക്ട് ചെയ്യും. അതിലും ഒരേപോലെ തുടരുകയാണെങ്കിൽ പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഏറ്റവും ഏർലിയർ ആരാണോ, ഏറ്റവും ഏജ് കൂടുതലുള്ള ആരാണോ അവർക്കാണത് റാങ്ക് ലിസ്റ്റ് ആ രീതിയിലാണ് ഇടുക. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊന്നും അവർ പറയുന്നില്ല. ഈ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപ്ലൈ ചെയ്തു വിചാരിക്കുക. അപ്പോൾ അതിൽ ഫാക്ടറിയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർ എന്ത് ചെയ്യും, അവർ എടുക്കും. അതെടുത്തു കഴിഞ്ഞാൽ ഈ എന്ത് ചെയ്യും, അതിലും കുറേ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അവരുടെ IT ഏറ്റവും ആദ്യം കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ ആരാണോ അവരെ പരിഗണിക്കും. അതും ഈക്വലായിട്ട് വന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അതിൽ പിന്നെ ഏറ്റവും ഡേറ്റ് ഓഫ് ബർത്തിൽ ഏറ്റവും സീനിയർ ആരാണോ അങ്ങനെ ആയിരിക്കും പരിഗണിക്കുക കേട്ടോ, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക.
അത് ഈ പറയുന്ന പോസ്റ്റ് കോഡ് 2ൻ്റെയും ഇതേ സെയിം മെത്തേഡാണ് വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ പോസ്റ്റ് കോഡ് 3യിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഇതിൽ അപ്രൻറ്റീഷിപ്പിൻ്റെ എന്താണ് ആ ഒരു പ്രിഫറൻസ് അതിൽ വേണ്ട. നിങ്ങൾക്ക് എന്താണ് ഏറ്റവും എന്താണ് ആദ്യം ആരാണോ പാസ് ഔട്ട് ആയത്, അപ്പോൾ ഇവിടെ ചിലപ്പോൾ മേ ബി അവർ മാർക്ക് എടുക്കാം. ഇപ്പോൾ നമ്മുടെ ITയുടെ മാർക്ക് എടുക്കുക അതൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. മാനേജ്മെൻറ്റിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, ഇതിലൊക്കെ മാറ്റം വരുത്താനുള്ള റൈറ്റ് ഉണ്ട് കേട്ടോ. സെലക്ഷൻ ക്രൈറ്റീരിയയിൽ മാറ്റം വരുത്താനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും എത്ര അപേക്ഷ വരുന്നുണ്ടോ അതിനെ കരുതുക. അപ്പോൾ അവരൊരു റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അവർ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പോസ്റ്റ് കോഡ് 3 ആണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏറ്റവും ആദ്യം പാസ്സായവർക്ക് ഒരു അവസരം കൊടുക്കുന്നുണ്ട്. പിന്നെ അതും അതുപോലെ എന്താണ് ഒരേപോലെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ ഏറ്റവും സീനിയർ ആയുള്ള ആളുകൾക്ക് കൊടുക്കും ഡേറ്റ് ഓഫ് ബർത്ത് അടിസ്ഥാനത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു സെലക്ഷനിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്, ഇതിലേക്ക് 2 രീതിയിൽ അപ്ലൈ ചെയ്യണം. ഒന്ന് നമുക്കൊരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം. പിന്നെ നമ്മൾ ഒരു അപേക്ഷാ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്തിട്ട് അയച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫോം ഉണ്ട്. ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇത് ഗൂഗിൾ ഫോമിൽ നമ്മൾ അപ്ലോഡൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്ലോഡഡ് ആപ്ലിക്കേഷൻ ഫോം, അതായത് ഒറിജിനൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമും അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള ഡോക്യുമെൻറ്റ്സ് താഴെ പറയുന്നത്. അതായത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി നമുക്ക് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വെക്കാം. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് 10 മുതൽ എന്തൊക്കെയാണോ നമ്മുടെ ക്വാളിഫിക്കേഷൻ അതിൻ്റെ മാർക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ വെക്കുക. ഒക്കെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോകോപ്പി ആയിരിക്കണം. പിന്നെ നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രൻറ്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാക്ട് ട്രെയിനിങ് സ്കൂളിൽ നിന്നാണ് നിങ്ങൾ അപ്രൻറ്റീസ് ചെയ്തെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അതിൻ്റെ കൂടെ വെക്കുക ഉണ്ടെങ്കിൽ ഇട്ടുള്ളവർ. പിന്നെ അതുപോലെ സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് റെലവൻറ്റ് എക്സ്പീരിയൻസ്, എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളുണ്ട് അതിനുള്ള സർട്ടിഫിക്കറ്റ് വെക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് SC, ST, OBC, EWS അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള എന്ത് വേണം, ഒരു മിനിറ്റ്, ഡോക്യുമെൻറ്റ്സ് വെക്കണം. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതായത് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ OBC NCL ആണ്. പിന്നെ ഇവിടെ സെൽഫ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് വെക്കണം കേട്ടോ. OBC കാൻഡിഡേറ്റ്സ് സെൽഫ് ഡിക്ലറേഷൻ, അതായത് നമ്മൾ തന്നെ ഫില്ല് ചെയ്തിട്ട് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് വെക്കണം അതിൻ്റെ കൂടെ. പിന്നെ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ്, പിന്നെ ആധാർ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പോസ്റ്റലായിട്ട്, അതായത് സ്പീഡ് പോസ്റ്റ് ആയിട്ടോ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കാണാം DGM HR എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. HR ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാണാം, ബിൽഡിംഗ് ഉദ്യോഗ മണ്ഡൽ പിൻകോഡ് അവിടെ കാണാം. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ അയച്ചു കൊടുക്കുന്ന എൻവലപ്പിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ എന്ത് ചെയ്യണം, ഇതേപോലെ എൻവലപ്പിൻ്റെ മുകളിൽ കംപ്ലീറ്റ് വാചകം എഴുതണം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, ടെക്നീഷ്യൻ ആണെങ്കിൽ ടെക്നീഷ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ എഴുതിയിട്ടുണ്ട് ഈ ഒരു ബ്ലാങ്ക് ആയ സ്ഥലത്ത്. അപ്പോൾ ഇതേപോലെ അപ്ലിക്കേഷൻ നമ്മൾ എൻവലപ്പില്ല പോസ്റ്റൽ കവറിൻ്റെ മുകളിൽ നമ്മൾ എഴുതേണ്ട വാചകമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു 2 രീതിയിൽ അപ്ലൈ ചെയ്യണം. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ഗൂഗിൾ ഫോം വഴി അപ്ലൈ ചെയ്യണമെങ്കിൽ 15/11/2025 ലാസ്റ്റ് ഡേറ്റ്. ദെൻ സ്റ്റേജ് 2 രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 21/11 കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ആ ഫാക്ട് റെക്കമെൻഡ് എന്നാണ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് താഴോട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഏറ്റവും താഴെ വന്നാൽ നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻ എന്നുള്ളത്, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ നിങ്ങൾ 2 ഫോം ഉണ്ട്. ഒന്ന് നമുക്ക് ഗൂഗിൾ ഫോം ഓൺലൈനായിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഓഫ്ലൈൻ ഫോം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോം എന്നുള്ള ഓപ്പൺ ആക്കാം. ഓക്കെ, ഗൂഗിൾ ഫോം എന്നുള്ള ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗൂഗിൾ ഫോമിലേക്കാണ് നമ്മൾ വരിക. നമ്മുടെ മെയിൽ ID കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. എന്നിട്ട് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ച് നമ്മൾ കൊടുത്തിട്ട് ഇവിടെ നെക്സ്റ്റ് അടിച്ച് അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് അടിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഇതൊക്കെ അടിച്ച് അങ്ങനെ നെക്സ്റ്റ് അടിച്ച് അങ്ങനെ പോകണം. അങ്ങനെ പോകുന്ന സമയത്ത് എന്തൊക്കെയാണോ അവർ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഫോം ഉണ്ട്, ജസ്റ്റ് ഓഫ്ലൈൻ ഫോം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓപ്പൺ ആക്കാം. അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു പേജിലേക്കാണ് വരിക. ജസ്റ്റ് കാണിക്കുക. ഇതാണ് ഫോം. അവിടെ റീസെൻറ്റ് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ഇട്ടിക്കുക. ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഡിക്ലറേഷൻ, പ്ലേസ്, ഡേറ്റ്, സിഗ്നേച്ചറൊക്കെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മേ ബി നമുക്കിവിടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും ഗൂഗിൾ ഫോമിൽ കേട്ടോ. അപ്പോൾ ഞാനിത് നെക്സ്റ്റ് അടിച്ച് നോക്കിയിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോവുക. അപ്പോൾ നമ്മളിത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതവിടെ അപ്ലോഡ് ചെയ്യുക. ആ അപ്ലോഡ് ചെയ്ത് സെയിം നമ്മളിത് ഫില്ല് ചെയ്തതിന് ശേഷമായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ, ഫോട്ടോ കൊടുത്ത്. എന്നിട്ട് ഇതേ സെയിം അപ്പോൾ അങ്ങനെ ഗൂഗിൾ ഫോം വഴി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു. ഗൂഗിൾ ഫോം വഴി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 15 അല്ലേ? യെസ്, 15 നവംബർ 15 വരെ. ഇനി നമ്മൾ പോസ്റ്റലായിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കുക. അതായത് ഈ പറയുന്ന അപേക്ഷാ ഫോമും ഇതിൻ്റെ കൂടെ മറ്റു ഡോക്യുമെൻറ്റ്സും വെച്ച് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അവസാന തീയതി നിങ്ങൾക്ക് 21/11/2025 വരെയാണ്. അത് ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്